സമാന അല്ലെ. അത് ഗുസറ ഹുവ സമാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുസർന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗുസർന കടന്നു പോവുക അല്ലെ, കഴിയുക അല്ലെങ്കിൽ കഴിയുക അല്ലെങ്കിൽ കടന്നു പോവുക അല്ലേ? ഓക്കെ, കടന്നു പോവുക. പിന്നെ എന്നാലോ ഇതിന്റെ മാസി എന്താണ്? ഗുസര അല്ലേ? ഗുസർനന്റെ മാസി എന്താണ്? ഗുസര. ഇന്ന് ഇതിനോട് ഗുസര പറഞ്ഞാൽ കഴിഞ്ഞു. ഇന്ന് കഴിഞ്ഞു പോയാന്ന് ഇങ്ങനെ എഴുതുക. അതിനോട് കൂടെ ഹോനന്റെ മാസി കൊടുക്കുക. ഗുസര ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയത്. ഗുസര ഹുവ സമാന എന്ന് പറഞ്ഞാലോ പോയ കാലം അല്ലേ? പോയ കാലം. ഓരോരുത്തർക്കും നിങ്ങൾ ഓരോരുത്തരും പ്രായം നോക്കുമ്പോൾ അതിനനുസരിച്ച് പോയ കാലങ്ങൾ ഉണ്ടാവും അല്ലെ? നമ്മളിപ്പോ ഇത്രയും കാലം ജീവിച്ചു പോയി അല്ല, നമ്മളിപ്പോ കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും എന്താണ്? ചരിത്രത്തിന്റെ ഭാഗമായി മാറി. നമ്മൾ വലിയ ആളുകളാണെങ്കിൽ എന്താവുന്നതാണ്? ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവരെ എന്താണ് പഠിക്കും. ഉദാഹരണത്തിന് എന്താണ്? റസിന് വലിയ ഉയർന്ന വ്യക്തിയായി, വല്ല കളക്ടറോ അല്ലെങ്കിൽ മലപ്പുറത്തിന് കളക്ടറോ അല്ലെങ്കിൽ മറ്റു വല്ല ഉയർന്ന സ്ഥാനത്തേക്ക് എത്തി. ഈ ഇപ്പൊ പോയ നിമിഷങ്ങളൊക്കെ എന്താവുന്നതാണ്? അത് ചരിത്രത്തിൽ എന്താവുന്നതാണ്? രേഖപ്പെടുത്തി വെക്കും. ഓക്കെ, അപ്പോ ഓൺലൈൻ പഠനത്തിന് സാധ്യതകളൊക്കെ കുറിച്ചാണ് ഈ അനുഭവങ്ങൾ എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഈ പാഠം തുടങ്ങാണ്. ബറസ് എന്താണ്? ബറസ് की आखिर रात को, ഞാൻ ആദ്യം ആ ഫസ്റ്റ് പാരഗ്രാഫ് ഗുസറ ഹുവ സമാന സർ സയ്യിദ് അഹമ്മദ് ഖാൻ എഴുതിയതാണ്. അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ എന്താവുന്നതാണ്? വായിക്കുന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. ബർസ് की आखिर रात, ഇത് 49ാമത്തെ പേജിലാണ്. ബർസ് की आखिर रात को उस बुढ़ा अपने अंधेरे घर में अकेला बैठा है. रात भी डरावनी है, अंधेरी है, घटा छा रही है, बिजली तड़प कर कड़कती है, आंधी बड़े जोर से चलती है, दिल कांपता है और दम घबराता है. बूढ़ा निहायत गमगीन है, मगर उसका गम न अंधेरे घर पर है, न अकेलेपन पर, और न अंधेरी रात और बिजली की कड़क और आंधी की गूंज पर, और न बरस की आखिर रात पर. वो अपने पिछले जमाने को याद करता है, और जितना याद आता है उतना ही गम बढ़ता है. हाथों से ढके हुए मुंह पर आंखों से आंसू भी बहे चले जाते हैं. നോക്കൂ, എന്താണ് ഫസ്റ്റ് വരിയിൽ നമുക്ക് പറയണത്? എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്? നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എപ്പോഴാണ് സംഭവം? എപ്പോഴാണ് നടക്കുന്നത്? ബറസ് की आखिर रात. എന്താ പറയാ? ബറസ് പറഞ്ഞാണ് വർഷം, സാല് അല്ലെ? എന്താ അതിന് പറയാ? ഉറുദുവില് സാല് എന്ന് പറയും. ഇത് ഹിന്ദിയിലാണ് ബറസ് എന്ന് പറയാ. അഖീർ എന്ന് പറഞ്ഞാലോ? എന്റെ അവിടെ മഴ പെയ്യുണ്ടോ? അഖീർ എന്ന് പറഞ്ഞാൽ അവസാനം. എന്താ പറയാ? അവസാനം. അഖീർ രാത്ത് എന്ന് പറഞ്ഞാലോ? രാത്രി. അപ്പോ ബറസ് की आखिर रात को, ഞങ്ങളില്ലേ ഇവിടെ കോന്ന് കൊടുത്തില്ല നമ്മള് രാത്രിയിൽ എന്ന് പറയാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ സുബിക്ക് എങ്ങനെ പറയാം നമ്മള്? സുബീക്കോ എന്നല്ല, സുബഹ്കോ. എന്താ പറയാ? സുബഹ്കോ, ഷാംകോ, പിന്നെ അങ്ങനെ പറയും അല്ലെ? ദിൻകോ, രാത്കോ അല്ലെ? അപ്പോ ഇതിനൊക്കെ ആ സമയത്തിനെ സൂചിപ്പിക്കാൻ സുബഹി നേരത്ത്, വൈകുന്നേരത്ത്, സായാഹ്നത്ത്, അല്ലെങ്കിൽ രാത്രി, സന്ധ്യയില്, ഇതൊക്കെ സൂചിപ്പിക്കാൻ സമയത്ത് സൂചിപ്പിക്കാൻ നമ്മൾ എന്താ കൊടുക്കുക? കോക്കോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. അപ്പൊ നോക്കുക, ബറസ് की आखिर रात को, വർഷത്തിലെ അവസാനത്തെ രാത്രി സമയം. ഏക്ക് ബുഡ എന്ന് പറഞ്ഞാല് വൃദ്ധൻ. ബുഡ എന്ന് പറഞ്ഞാല് നമ്മൾ രണ്ട് വാക്ക് എഴുതുമ്പോൾ ഇത് പൂർത്തിയാവുകയാണല്ലേ പേജ്. ബുഡ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃദ്ധൻ. ഒരു വൃദ്ധൻ എന്ത് ചെയ്യുന്നു? അപ്പിനെ അന്തേരേ ഗർമേ. അന്തേര എന്ന് പറഞ്ഞാൽ അന്തേര ഇരുട്ട് അല്ലെ? അന്തേരേ ഗർമേ എന്ന് പറഞ്ഞാലോ ഇരുട്ടുള്ള വീട്ടിൽ എന്ത് ചെയ്യുന്നു? അഖേല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്?
ബൈട്ടാ ഹേ ഇരിക്കുകയാണ്. നോക്കൂ ആ സെന്റൻസ് ഒക്കെ എന്ത് മനോഹരമായിട്ട് എഴുതിക്കണം അല്ലേ. നമ്മള് സെന്റൻസുകൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഇതേമാതിരി മനോഹരമായിട്ട് എഴുതണം അല്ലേ. ആദ്യം എന്ത് ചെയ്യണം, സമയം എഴുതണം അല്ലേ. നോക്കൂ ആദ്യം ബർസ്കി അഖീർ ഏക് ബുഡ്ഡ അങ്ങനെ എഴുതോ അല്ല, ബർസ്കി അഖീരാത്തുക്കോ. എന്നിട്ട് ആരാണ്, ഏക് ബുഡ്ഡ എവിടെ, അപ്പിനെ അന്തേരെ ഗർമേ എന്താണ്, അക്കേല ബൈട്ടാ ഹേ ഒറ്റക്കിരിക്കുകയാണ് അല്ലെ. ഒരു വൃദ്ധന് ഒരു വർഷത്തിലെ അവസാന രാത്രി, ഉദാഹരണം 2020 എന്ന് കരുതിക്കോ, 2020 അവസാനത്തെ രാത്രി, അതിന്റെ നേരം പുലർന്നാൽ ഏത് പുലരിയാണ്, 2021 നെയ് സുബ് നിക്കൽ രഹിയേ അല്ലെ, പുറത്തു വരുന്നു അല്ലെ. അപ്പോ ആ രാത്രിയിൽ എന്ത് ചെയ്യാണ്, വർഷത്തിലെ അവസാനത്തെ രാത്രിയില് ഒരു ഇരുട്ടുള്ള വീട്ടില് ഒറ്റക്കിരിക്കുകയാണ് ആര്, വൃദ്ധൻ. രാത്തുബി ഡറാവുണിയെ പറഞ്ഞാണ് ഡറാവുണി പേടിപ്പെടുത്തുന്നതാണ്. ഡർന എന്ന് പറയുന്നതാണ്, ഡർന പേടിക്കുക അല്ലേ, ഡർന പേടിക്കുക. ഡറാവുനി പറഞ്ഞാലോ പേടിപ്പെടുത്തുന്നതാണ്, അത് അഡ്ജക്റ്റീവ് ആണ്, പേടിപ്പെടുത്തുന്നതാണ് എന്നാൽ ഭീതിജനകമാണ് അല്ലേ. പിന്നെ എന്താണ്, രാത്രിയും രാത്രിയാണെങ്കിലോ ഡറാവുനി ഹേ, പിന്നെ അന്തേരി ഹേ ഇരുട്ടുള്ളതാണ്, പിന്നെ ഗട്ട ചാരയി ഹേ ഗട്ട എന്ന് പറയുന്നത് ഗട്ട ആർക്കറിയോ ഗട്ട എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ബാദൽ. എന്താ പറയാ, ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ, മേഘം. അപ്പൊ ഓക്കെ, ഗട്ട ചാന, എന്താ ചാന എന്ന് പറഞ്ഞാല്, ചാന എന്ന് പറഞ്ഞതാണ് പരക്കുക. എന്താണ്, പരക്കുക, എന്താണ് പരക്കുക. എന്നാ ഗട്ട ചാന എന്ന് പറഞ്ഞാലോ മേഘം എന്ത് ചെയ്യുന്നു, പരക്കുക. ഗട്ട ചാരയി ഹേ മേഘം എന്ത് ചെയ്യുന്നു, എങ്ങും പരക്കുകയാണ്. ബിജലി പറഞ്ഞാലോ മിന്നൽ. ബിജലി എന്ന് പറഞ്ഞാൽ കറണ്ട് എന്നർത്ഥട്ടോ. ബിജലി എന്ന് പറഞ്ഞാൽ കറണ്ട്, പക്ഷെ ഇവിടെ അർത്ഥം എന്താണ്, ബിജലി എന്ന് പറഞ്ഞാൽ എന്താണ്, മിന്നൽ. ബിജലിക്ക് എന്തു അർത്ഥമുണ്ട്, കറണ്ട് എന്നുണ്ട്. എന്നാ കറണ്ട് പോയി എങ്ങനെ പറയാ ഉറുദുവില്, ഹോ ഗയിന്നോ, ബിജലി കട്ട് ഗയി. എന്താ പറയാ, കട്ടിന മുറിക്കും അല്ലെ. ഓക്കെ, ബിജലി കട്ട് ഗയി. അല്ലെങ്കിൽ ചലേ ഗയി എന്ന് പറയും, ചലി ഗയി എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ ഗയി എന്ന് ആണെങ്കിൽ വെറും ഗയി ആണെങ്കിൽ പറയാം, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ, അറിയണമെന്ന് മാത്രം. പിന്നെ തടപ്പ് കടക്തി ഹേ, ബിജലി എന്ത് ചെയ്യുന്നു, അപ്പോഴത്തെ അന്തരീക്ഷം പറയാം കേട്ടോ. ആ സമയത്ത് ബർസ്കി അഖീർ രാത്തിന്റെ ആ അന്തരീക്ഷം പറയാണ്, ഗട്ട ചാരയി ഹേ ബിജലി തടപ്പ് കടക്തി ഹേ. കടക്കിന എന്ന് പറഞ്ഞാൽ കടക്കിന പറഞ്ഞാൽ മിന്നുക. എന്താ പറയാ, ഒച്ച ശബ്ദിക്കൂലേ, എന്താണ് പറയാ, ഒച്ച വെച്ച് ശബ്ദിക്കൂലേ, എന്താണ് കടക്കിന എന്ന് പറഞ്ഞാല്, മിന്നുക. എന്താണ് മിന്നുക അല്ല, കടക്കിന മിന്നുക നോക്കട്ടെ. ഇപ്പൊ എന്താ അർത്ഥം, മിന്നുക എന്നതിന്റെ അർത്ഥം പറഞ്ഞ് ഞാൻ പിന്നീട് ശരിയായ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കടക്കിന മിന്നുക അല്ലെങ്കിൽ എന്താ, ശബ്ദിക്കുക കേട്ടോ, ശബ്ദിക്കുക. കടക്കിന എന്ന് പറയുന്നത് കടക്ക് അല്ല, മിന്നുക. ഓക്കെ, എന്താണ് ബിജലി തടപ്പിന എന്ന് പറയുന്നതാണ്, തടപ്പിന എന്ന് പറഞ്ഞാൽ എന്താണ്, തുരുതുര. എന്താ പറയാ, തടപ്പിന എന്ന് പറയാം യഥാർത്ഥ അർത്ഥം എന്താ ചോദിച്ചാല് ഖേദിക്കുക അല്ലെങ്കിൽ അസ്വസ്ഥനാവുക എന്ന് പറയാം. തടപ്പുകർ എന്ന് പറഞ്ഞാലോ തുരുതുര എന്ന് പറയില്ലേ, വിറച്ചിട്ട്. തടപ്പുകർ എന്ന് പറഞ്ഞാല് വിറച്ചിട്ട്. തടപ്പിന എന്ന് പറഞ്ഞാൽ വിറക്കുക, അല്ലെങ്കിലോ പിന്നെ വിറക്കുക എന്നാണ് അർത്ഥം. എന്നാ തടപ്പുകർ പറഞ്ഞാലോ വിറച്ച് എന്താണ്, വിറച്ച് എന്ത് ചെയ്യുന്നു, കടക്തി ഹേ മിന്നുന്നു അല്ലേ. ഒരോടെ മിന്നും പിന്നെ മറയും പിന്നെയും മറയും, അങ്ങനെ മിന്നില്ല. കടക്തി ഹേ. ആന്തി എന്ത് ചെയ്യുന്നു, ആന്തി പറഞ്ഞാൽ ആന്തി
ആന്തി എന്ന് പറഞ്ഞാല് കൊടുങ്കാറ്റ്. എന്താണ്? കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ്. ആന്തി. ആന്തി ബഡേ ബഡേ സോർ സെ ചൽത്തി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു? കാറ്റ് വീശുന്നു. ചലന എന്ന് പറഞ്ഞാൽ നടക്കുക എന്ന് പറഞ്ഞാൽ വീശുന്നു. അപ്പൊ എന്തൊക്കെ? ആന്തി ബഡേ സോർ സെ. സോർ സെ പറഞ്ഞാല് വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു? വീശുന്നു. ദിൽ 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 പറഞ്ഞാലോ മനസ്സ്. കാമ്പിന. എന്താ കാമ്പിന എന്ന് പറഞ്ഞാല്? കാമ്പിന വിറക്കുക. കാമ്പിന എന്ന് പറഞ്ഞാല് വിറക്കുക. എന്താണ്? ഉദാഹരണം തസ്നി എന്ത് ചെയ്യുന്നു? അല്ലല്ല, കടക്കിന മിന്നട്ടോ. മിന്ന എന്ന് മാത്രം പറഞ്ഞ കേട്ടോ. കടക്കിന എന്ന് പറഞ്ഞാല് മിന്നുക. ലൗഡ് സ്പീക്കർ ഓൺ ആക്കിയിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ എന്താണ്? ബിജലി തടപ്പ് തടപ്പ് കടക്തി എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യുന്നു? മിന്നൽ എന്താവുന്നു? തുരുതുരാ എന്ന് എന്ത് ചെയ്യുന്നു? വിറച്ചു വിറച്ചു കൊണ്ട് എന്താവുന്നു? മിന്നുന്നു. ആന്തി. ആന്തി എന്ത് ചെയ്യുന്നു? കൊടുങ്കാറ്റ് വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു? നടക്കുന്നു, വീശുന്നു. മനസ്സെന്ത് ചെയ്യുന്നു? വല്ലാതെ വിറക്കുന്നു. ദം. ദം പറഞ്ഞാണ് ശ്വാസം. ദം പറഞ്ഞാല് ശ്വാസം. ദം ഗബ്രാന പറഞ്ഞാലോ വല്ലാതെ എന്ത് ചെയ്യുക? അസ്വസ്ഥനാവുക. എന്താണ്? അസ്വസ്ഥനാവുക. ഗബ്രാന പറഞ്ഞ അസ്വസ്ഥനാവുക എന്ന അർത്ഥമുണ്ട് അല്ലേ? അപ്പൊ പഠിച്ചിട്ടില്ലേ അവിടെ? ഗബ്രാന പറഞ്ഞാല് പേടിക്കുക എന്ന അർത്ഥമുണ്ട്. പിന്നെന്തുണ്ട്? അസ്വസ്ഥനാവുക എന്നും അതിനെന്തുണ്ട്? അർത്ഥം ഉണ്ട്. ദം ഗബ്രാന എന്ന് പറഞ്ഞാല്, ദം പറഞ്ഞ ശ്വാസം. ശ്വാസം എന്ത് ചെയ്യാൻ വല്ലാതെ അങ്ങനെ എന്താവുന്നു? പിന്നെ ശ്വാസം വിടൂലേ നമ്മള് പേടിച്ചിട്ട്? അങ്ങനത്തെ അവസ്ഥക്ക് ദം അതിന് മൊത്തത്തിൽ അർത്ഥം വെക്കുക. ദം ഗബ്രാന എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വസ്ഥനാവുക. അടുത്തത് ദം ഗബ്രാത്ത ഹേ. അപ്പൊ ബൂഡ അപ്പൊ ഈ അന്തരീക്ഷം ഇപ്പൊ ഇത്തിരി നേരം എന്താ പറഞ്ഞത്? അപ്പോഴത്തെ അന്തരീക്ഷമാണ് പറഞ്ഞത്, രാത്രിയുടെ അവസ്ഥയാണ് പറഞ്ഞത്. ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? എന്താ പറഞ്ഞത്? വൃദ്ധൻ എന്ത് ചെയ്യുന്നു? ആ ഇരുട്ടുള്ള വീട്ടിൽ എന്ത് ചെയ്യുന്നു? ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രിയാണെങ്കിലോ വളരെ ഭീതിജനകമാണ്. ഇരുൾ നിറഞ്ഞതാണ്. പിന്നെന്ത് ചെയ്യുന്നു? പിന്നെ ബാദൽ എന്ത് ചെയ്യുന്നു? മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? എങ്ങും വീശുന്നു, എങ്ങും പരക്കുന്നു. ഇടിമിന്നൽ തുരുതുരാ എന്ന് എന്ത് ചെയ്യുന്നു? മിന്നുന്നു. കൊടുങ്കാറ്റ് എന്ത് ചെയ്യുന്നു? ബഡേ സോർ സെ ചൽത്തി ഹേ വീശുന്നു. ദിൽ കാമ്പത്താ ഹേ മനസ്സ് വല്ലാതെ എന്ത് ചെയ്യുന്നു? വിറക്കുന്നു. പിന്നെ ദം ഗബ്രാത്താ ഹേ വല്ലാതെ എന്ത് ചെയ്യുന്നു? പേടിക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? അസ്വസ്ഥനാവുകയും ഗബ്രാത്താ ഹേ പേടിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇനി ലാസ്റ്റ് തന്നെ പറയട്ടോ. ബുഡ എന്ത് ചെയ്യുന്നു? നിഹായത്ത് പറഞ്ഞാൽ അങ്ങേയറ്റം. ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗം പറഞ്ഞ ദുഃഖം എന്നാണ് എല്ലാവർക്കും അറിയാം. ഇന്ന് അതിനോട് കൂടെ എന്ത് ചെയ്തു? ഗീൻ എന്ന് ചേർത്താലോ? ദുഃഖം നിറഞ്ഞവൻ, ദുഃഖമുള്ളവൻ എന്നർത്ഥമുണ്ട്. ഗംഗീൻ തസ്നീം എന്താണ്? ഗംഗീൻ എന്നാണ് തസ്നീം. ഗംഗീൻ എന്ന് പറയുന്നതാണ് തസ്നീം. ദുഃഖിതയാണ്, ദുഃഖം ഉള്ളവളാണ്. ഉള്ളവൾ എന്നല്ലേ ഉള്ളവൻ എന്ന അർത്ഥം ഇതിന് വരുന്നുണ്ട്. ഗീൻ എന്ന് ചേർത്താല് വരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഗംഗീൻ. വേറെ ഉദാഹരണം കൂടി ഉണ്ടാവും, ഇപ്പൊ ഓർമ്മല്ല വരുന്നില്ല. ഗംഗീൻ പറഞ്ഞാല് ദുഃഖിതനാണ്. ആര്? ബുഡ നിഹായത്ത് ഗംഗീൻ ഹേ വൃദ്ധൻ അങ്ങേയറ്റം ദുഃഖിതനാണ്. മഗർ പക്ഷേ ഉസ്കാ ഗം അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തിന്റെ ദുഃഖം? ന അന്തേരെ ഗർപ്പർ ഹേ എന്ത് കാരണം കൊണ്ടല്ല? ഇവിടെ അന്തേരെ ഗർപ്പർ എന്ന് പറഞ്ഞല്ലേ? വീട് പെർ പറഞ്ഞാല് ആ കാരണം കൊണ്ടല്ല. പെർ ഇവിടെ അർത്ഥം എന്താണ്? അതിന്റെ മേലല്ല, അതുകൊണ്ടല്ല, അത് മൂലമല്ല. എന്ത്? അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പെറിന്റെ അർത്ഥം മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താ മേൽക്കൂടി വെച്ചെന്ന് വായിക്കുന്നത്? അന്തേരെ ഗർപ്പർ ഹേ. അന്തേരെ ഗർപ്പർ ഹേ എന്ന് പറഞ്ഞാല് ഉരുട്ടുള്ള വീട്ടിലല്ല, വീടിന്റെ മുകളിലല്ല, വീടിന്റെ കാരണമല്ല. പിന്നെ രണ്ട് ചേർത്താൽ എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പഠിച്ചിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? നീദർ നോർ. എന്താർത്ഥം? അതുമല്ല ഇതുമല്ല. അത് പറഞ്ഞാല് മഗർ പക്ഷേ ബൂഡ നിഹായത്ത് ഗംഗീൻ ഹേ വൃദ്ധൻ എന്താണ്? അങ്ങേ അറ്റം എന്താണ്? ദുഃഖിതനാണ്. മഗർ പക്ഷേ ഉസ്കാ ഗം അദ്ദേഹത്തിന്റെ ദുഃഖം അന്തേരെ ഗർപ്പർ ഹേ അദ്ദേഹത്തിന് എന്താണ്? ഇരുട്ടുള്ള വീടിനെ കുറിച്ച് ഓർത്തിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്യണ്? കാരണമല്ല അദ്ദേഹം ദുഃഖിതനായിരിക്കുന്നത്. പിന്നെയോ അകേലെ പെൻപർ ഏകാന്തതയുടെ മേൽ, ഏകാന്തത കൊണ്ടുമല്ല. അകേല എന്ന് പറഞ്ഞാല് ദുഃഖം. അകേല ഒറ്റക്ക്. ഒറ്റക്ക്. അകേല പെൻ എന്ന് പറഞ്ഞാലോ? ഏകാന്തത കൊണ്ടോ അല്ല. ഏകാന്തത
കൊണ്ടുമല്ല അല്ലെ. ഏകാന്തത എന്ന് പറഞ്ഞാൽ ഏകാന്തത കൊണ്ടുമല്ല. അകേലേപ്പൻ പർ എന്ന് പറഞ്ഞാല് ഏകാന്തത കൊണ്ടുമല്ല. ഓർ ന അന്തേരി രാത്ത് എന്നാൽ ഇരുട്ടുള്ള രാത്രി കൊണ്ടുമല്ല. പിന്നെ ഒരു ബിജലിക്ക് കടക്ക് എന്താണ് ബിജലി എന്ന് പറഞ്ഞാല് മിന്നൽ. ആ കടക്കിനാറ ശബ്ദം തന്നെ വെക്കട്ടോ. ശബ്ദം കടക്ക് എന്ന് പറഞ്ഞാല് ഒറ്റ മിനിറ്റ് ഞാനത് നോക്കിയോട്ടെ. എത്രയും തവണയും നോക്കണിച്ചിട്ടത് ഈ വാക്കേ ഒരു ചുരുങ്ങിയതിന് ഞാൻ 12 തവണയിൽ ഞാൻ നോക്കിയിട്ടുണ്ടാവും. മിന്നലിന്റെ ശബ്ദത്തിനെയാണോ കടക്കനാന്ന് പറയാ? അതെന്നെ തോന്നുന്നു. പക്ഷെ എന്നാലും ഉറപ്പിക്കാൻ കുടക്കിനാണ് എടുത്തോ. ആ കടക്കിന ഗർജന. എന്താ കടക്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർജന. കടക്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടിയുടെ ശബ്ദം. കടക്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇത് വിട്ടോ നമ്മള്. കടക്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർജന, ഉച്ച ശബ്ദം. എന്താണ്? ശബ്ദം, അലർച്ച, ഗർജന, മുഴക്കം. എന്താണ്? മുഴക്കം. ഇടിമിന്നലിന്റെ മുഴക്കം അല്ലെ, അതാണ് ഏറ്റവും നല്ലത് അല്ലെ. മുഴക്കം എന്താ പറയാ? അതിനെന്താണ് ഉറുദുവിൽ പറയാ? ഗറജിന അല്ലെങ്കിൽ കടക്കിന. എന്താ പറയാ? കടക്കിന. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അടുത്തേക്ക് പോവാ. അകേലെ പെൻ പർ. അപ്പോ അദ്ദേഹത്തിന്റെ ഞ അകേലെ പെൻ പർ ഓർ ഞ അന്തേരി രാത്ത്, ഇരുട്ടുള്ള രാത്രിയുടെ മേലുമല്ല. പിന്നെ ഒരു ബിജലിക്ക് കടക്ക് എന്താണ്? ഇടിമിന്നലിന്റെ ശബ്ദത്തിലും അലർച്ചയിൽ മുഴക്കത്തിലുമല്ല. പിന്നെ ഓർ ആന്തിക്ക് ഗൂഞ്ച് പർ. ഗൂഞ്ച് പറഞ്ഞാൽ ഗൂഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴക്കം. ഗൂഞ്ച് പറഞ്ഞാല് ഗൂഞ്ചുന, മുഴങ്ങുക. ഗൂഞ്ചിന എന്ന് പറഞ്ഞാല് മുഴങ്ങുക. എന്നാ ഗൂഞ്ച് എന്ന് പറഞ്ഞാലോ? മുഴക്കം. ഗൂഞ്ച് എന്ന് പറഞ്ഞാല് മുഴക്കം. ഓക്കെ. അപ്പൊ ന അന്തേരി രാത്ത് और बिजली की कड़क और आंधी की गूंज पर और न बरस की आखिर रात पर. വർഷത്തിന്റെ അവസാന രാത്രിയല്ലേ, ആ രാത്രിയിൽ എന്താവുന്നതാണ്? എല്ലാവർക്കും ദുഃഖം വരില്ല. ഈ ഒരു വർഷം കഴിഞ്ഞു പോയല്ലോ, ഞാൻ എന്താണ് സമ്പാദിച്ചത്, എന്തൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് ഓരോരുത്തരും ചിന്തിച്ച് ഓരോരുത്തരും ഖേദിക്കൂലേ? അതിലുമല്ല മൂപ്പര് ദുഃഖിക്കണത്. ആ കാര്യത്തിന്റെ മേലുമല്ല അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ദുഃഖിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ദുഃഖിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം എന്താണ്? വീട്ടിൽ ഏകാന്തനായിട്ട് എന്താണ്? നല്ല അന്തരീക്ഷം, എന്താണ്? പൂർണ്ണമായിട്ട് കലുഷിതമായ അന്തരീക്ഷം, പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം, ഇരുട്ടുള്ള വീടില് വൃദ്ധനുമാണ്, ഏകാന്തനായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ദുഃഖിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. वो अपने पिछले जमाने को याद करता है. എന്താ എന്തിന്റെ പേരിലാണ് അദ്ദേഹം എന്ത് ചെയ്യണത്? ദുഃഖിക്കണത്? എന്താണ് ഓർക്കണത്? वो अपने പിച്ചലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ പിച്ചലെ ജമാനേക്കോ യാദ് കർത്താ ഹെ. യാദ് കർത്താ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം തന്റെ പിച്ചല എന്ന് പറഞ്ഞാൽ പിച്ചല കഴിഞ്ഞു പോയ അല്ലെ. പിച്ചല ഗുസരാ ഹുവ. എന്താണ് പിച്ചല എന്ന് പറഞ്ഞാൽ? എന്താണ്? ഗുസരാ ഹുവ. പിച്ചല എന്ന് പറഞ്ഞാല് ഗുസരാ ഹുവ, കഴിഞ്ഞു പോയ. പിച്ചല ദിൻ എന്ന് പറഞ്ഞാലോ? കഴിഞ്ഞ ദിവസം അല്ലെ. ഗുസരാ ഹുവ, കഴിഞ്ഞു പോയ. പിച്ചലെ പറഞ്ഞ മുമ്പ്, കഴിഞ്ഞു പോയ. പിച്ചലെ ജമാനേക്കോ, കഴിഞ്ഞ കാലത്തെ ഓർക്കുകയാണ്. വോ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അപ്പിനെ എന്ന് പറഞ്ഞാൽ തന്റെ. പിച്ചലെ ജമാനേക്കോ യാദ് കർത്താ ഹെ, കഴിഞ്ഞു പോയ കാലത്തെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഓർക്കുകയാണ്. എന്നിട്ടോ ഒരു ജിത്നാ സിയാദ എന്ന് പറഞ്ഞാല് എത്രമാത്രം, എത്രയധികം. ജിത്നാ സിയാദ എന്ന് പറഞ്ഞാല്, ജിത്ന എന്ന് പറഞ്ഞാൽ എത്രമാത്രം. സിയാദ എന്ന് പറഞ്ഞാലോ? അധികം അല്ലെ. കൂട്ടി പറഞ്ഞ എന്താണ്? ജിത്നാ സിയാദ എന്ന് പറഞ്ഞാലോ?
എത്രയധികം യാദ് ആത്ത എത്രയധികം എന്ത് ചെയ്യുന്നു, ഓർക്കുന്നു, ഓർമ്മ വരുന്നു. യാദ് ആന എന്ന് പറഞ്ഞാല് ഓർമ്മ, യാദ് കർണ എന്ന് പറഞ്ഞാലോ ഓർക്കുക. ശ്രദ്ധിക്കുക കുട്ടികളെ, യാദ് കർണ എന്ന് പറഞ്ഞാല് ഓർക്കുക. എന്നാ യാദ് ആന എന്ന് പറഞ്ഞാലോ മുझे യാദ് നഹി ആയി എന്ന് പറഞ്ഞാൽ ഓർമ്മ വന്നില്ല. യാദ് ആന എന്ന് പറഞ്ഞാൽ ഓർമ്മ വരിക. അത് സംശയമാണെങ്കിൽ പിന്നെ ഈ വീഡിയോ ഒന്നുകൂടി കേട്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ജിത്തിന സിയാദ് യാദ് ആത്തായി ഉത്തനാഹി, ഉത്തന പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ് അല്ലേ. ജിത്തിന ഉത്തന നമുക്ക് വേണമെങ്കിൽ സെന്റൻസിൽ എന്ത് ചെയ്യാ, ഉപയോഗിക്കാം. ജിത്തിന ഉത്തന എന്ന് പറഞ്ഞാൽ എത്രയധികം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഓർക്കുന്നു, ഓർമ്മ വരുന്നു. ഉത്തനാഹി പറഞ്ഞാല് അത്രമാത്രം എന്ത് ചെയ്യുന്നു, ഗം പറഞ്ഞാല് ദുഃഖം, സങ്കടം എന്ത് ചെയ്യുന്നു. ബഡ്താഹെ എന്ന് പറഞ്ഞാൽ എന്താണ്, വർദ്ധിക്കുന്നു. വർദ്ധിക്കുന്നു, അത്രയധികം എന്ത് ചെയ്യുന്നു അദ്ദേഹം. അതൊരു പ്രയോഗം കേട്ടോ. ജിത്തിന आप लोग पढ़ेंगे उतना ही आप लोगों को फायदा होगा എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ പഠിക്കുന്ന അത്രമാത്രം എന്ത് നിങ്ങൾക്ക് എന്താവുന്നതാണ്, എത്രയും പഠിക്കണത് അത്രമാത്രം നിങ്ങൾക്ക് എന്താവുന്നതാണ്, ഉപകാരം ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തത് ഹാത്തോൻസെ എന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ട്. ഡക്കിന, അടുത്ത വാക്ക് ഡക്കിന. എന്താ പറയാ, ഡക്കിന. എന്താ ഈ അശ്വിന വരാത്തത്, ഇത് അശ്വിനോട് ബന്ധപ്പെട്ടോ? ഡക്കിന എന്ന് പറഞ്ഞാൽ എന്താണ്, മൂടുക. എന്താ പറയാ, മൂടുക. ഡക്കിന എന്ന് പറഞ്ഞാല് മൂടുക. ഡക്കെ ഹോയി എന്ന് പറഞ്ഞാലോ, ഗുസരാ ഹുവ. ഡക്കെ ഹോയെ മൂടിയ, ആ കൈ കൊണ്ട് മൂടിയ. ഡക്കെ ഹോയി എന്ന് പറഞ്ഞാല് കൈ കൊണ്ട്, ഡക്കെ ഹോയെ പ്രയോഗം അല്ലേ. ഡക്കെ ഹോയി എന്ന് പറഞ്ഞാല് മൂടിയ. എന്താണ്, മൂടിയ. മുഹപ്പർ എന്ന് പറഞ്ഞാലോ മുഖത്ത്. എന്താണ്, മുഖത്ത്. മുഹപ്പർ പറഞ്ഞാല് മുഖത്ത്. ആങ്കോൻസെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നു. ആസു പറഞ്ഞാൽ ആസു എങ്ങനെ പറയേണ്ടത്, ആസു പറഞ്ഞാൽ കണ്ണുനീർ എന്ത് ചെയ്യുന്നു, കണ്ണുനീർ എന്ത് ചെയ്യുന്നു. ബഹേ ചലേ ജാത്തെ എന്ന് പറഞ്ഞ ബഹിന എന്ന് പറഞ്ഞാണ് ഒഴുകുക. ബഹിന എന്ന് പറഞ്ഞാല് ഒഴുകുക. എന്നാ ബഹേ എന്ന് പറഞ്ഞാലോ മാസിയാണ്. ബഹേ എന്ന് പറഞ്ഞാലോ എന്താ ഞാൻ എഴുതി, ഒഴുകുക. എന്താ പറയാ, ഒഴുകുക. എന്നാ ബഹേ ചലേ ജാത്തെ എന്ന് പറഞ്ഞാലോ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്താ പറയാ, ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തോർത്തിട്ട്, പിച്ചലേ സമാനിൽ എല്ലാവരും ഓർക്കുക. എങ്ങനെയാണ് ഓർത്താലല്ലേ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സങ്കടം വരുള്ളൂ. ഇപ്പൊ നമ്മൾ എന്താണ്, നമ്മളുടെ നല്ല കാലാണ് അല്ലെ, ഓരോരുത്തരുടെ എന്താണ് നല്ല കാലാണ്. അപ്പൊ ഈ കാലത്ത് നമ്മൾ എന്തായാലും ഒന്നും ഓർക്കൂല കാര്യമായിട്ട്. ആരെങ്കിലും ഓർക്കുവോ? ഇല്ല. പിന്നെ വൃദ്ധരാണ് കൂടുതലായിട്ട് ഓർക്കുക. എന്റെ കാലം, അന്നത്തെ കാലം പഠിച്ചോനെ എന്തൊരു കാലമായിരുന്നു, എന്ത് നല്ല കാലം, ഇപ്പോഴത്തെ കാലം എന്താണ് വളരെ മോശമാണല്ലോ പറഞ്ഞിട്ട് ഖേദിക്കും. ആര്? വൃദ്ധരെ. എന്തുകൊണ്ട്? വീട്ടിലെ വല്യപ്പാരൊക്കെ. കാരണം എന്തേ, ഓർക്ക് ഇപ്പൊ ആസ്വദിക്കാൻ കഴിയണില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒന്നുമില്ല. ആസ്വാദനം ഉണ്ടോ? ഇല്ല. ഒന്നിലും ഓർക്ക് ഒരു ആസ്വാദനം ഇല്ല. ഓരോ നല്ല കാലം എന്ത് ചെയ്തു, കഴിഞ്ഞുപോയി. അപ്പൊ ഓരെന്ത് ചെയ്യും, പിന്നെ ഓർക്ക് ആകെയുള്ള ജീവിക്കാനുള്ള ആകെ ആശ്രയം എന്താണ്? അനക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അനുജ് എന്ത് ചെയ്തു, 19 വർഷം കഴിഞ്ഞു. അപ്പൊ അനക്ക് പിന്നെ എന്റെ ജീവിതത്തിന്റെ എല്ലാ രസങ്ങളും കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യും, അള്ളാ പറഞ്ഞുകൊണ്ട് ജീവിക്കാണ്. ആ സമയത്ത് എന്റെ രസം എന്തൊക്കെ, ഞാൻ അന്ന് മങ്കട കോളേജിൽ എന്തൊക്കെയാ ഞങ്ങൾ പഠിച്ചിരുന്നത്, എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടിയിരുന്നത്, ആ കാലം അല്ലേ ഒക്കെ പറഞ്ഞ കുട്ടികളടുത്ത് ഇങ്ങനെ പറയും. നിങ്ങൾ എന്ത് പഠിക്കണത്, ഒരു അക്ഷരം പഠിക്കണില്ല, കുട്ടികളടുത്ത് ഇങ്ങനെ ചൂടാവും ചെയ്യും അല്ലേ, പറഞ്ഞിട്ടില്ലേ? കാരണം എന്താണ്, ഓലെന്താ ഓർമ്മയിൽ എന്ത് ചെയ്യാണ്, ജീവിക്കാണ്. ഓർമ്മയിൽ എന്താണ്, ഇപ്പോഴൊന്നും നമുക്ക് ഓർമ്മ വരൂല. നമ്മളെപ്പോഴും ഓർമ്മ വരിക, നമ്മൾ ഈ ലോകത്ത് നിന്ന്, ഇപ്പോഴത്തെ ഈ നമ്മളുടെ പരിസരത്ത് നിന്ന് നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ ലോ നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ബാക്കിലേക്ക് എന്ത് ചെയ്യുള്ളൂ, റിട്ടേൺ പോവുള്ളൂ അല്ലേ. അപ്പോ എല്ലാരും വേദനിപ്പിക്കുക അത് തന്നെയായിരിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് എന്താവുന്നതാണ്, ഒരു നല്ലൊരു അനുഭൂതി നമുക്ക് ഉണ്ടാവും. ഞാൻ അതൊക്കെ ചെയ്തല്ലോ, ഇന്ന കാലത്ത് ഇന്നതൊക്കെ ചെയ്തല്ലോ ഞാൻ എന്നുള്ള അനുഭൂതി ഉണ്ടാവും. ഞാൻ തിന്മ ചെയ്തിട്ടാണെങ്കിലോ അത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ ഖേദവും നമുക്ക് ഉണ്ടാവും. രണ്ടും ഉണ്ടാവും. ഈ കാലം എന്നുള്ള സംഗതി ഉണ്ടല്ലോ, കാലം എന്നുള്ള സംഗതി നമ്മൾ എന്താവുന്നതാണ്, വളർത്തും ചെയ്യും. നമ്മൾ ഓരോരുത്തരെയും വളർത്തുന്നുണ്ട് അല്ലേ, ശാരീരികമായിട്ട്, മാനസികമായിട്ട്. നമ്മുടെ സ്റ്റാറ്റസ് എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു, എന്റെ സ്കൂൾ കുട്ടിയായിരുന്നു ചെയ്യും. ഇപ്പൊ എന്താ ചെയ്തു, കോളേജിലെ വിദ്യാർത്ഥിയായി മാറി.
കുറച്ച് കഴിഞ്ഞാൽ കോളേജ് സ്റ്റുഡന്റ് ആയി മാറി അല്ലേ? അങ്ങനെ നമ്മളത് ഇത് വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി എന്തും ചെയ്യും ഈ കാലം തളർത്തും ചെയ്യും നമ്മളെ ഓരോരുത്തരും എന്താവുന്നതാണ് നമ്മളെ കഴിവുകളൊക്കെ നമ്മളെ ഓരോരുത്തരും എന്താവുന്ന തളർത്തുകയും ചെയ്യും വളർത്തുകയും ചെയ്യും. ആര്? കാലം. പക്ഷെ ഈ കാലത്തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പണികളും ചെയ്യണം. അണക്കും 24 മണിക്കൂറായിട്ടുള്ളത്, എനിക്കും 24 മണിക്കൂർ. ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഈ ലോകത്തുള്ള എല്ലാവർക്കും അല്ലാഹു തആല 2 കാര്യം ഒരേമാതിരി കൊടുത്തിരിക്കണത്. ഏതൊക്കെയായിരുന്നത്? സമയം, ബുദ്ധി, ദിമാഗ്, പിന്നെന്താണ് വക്ത്. ഈ 2 കാര്യം ലോകത്തിലെ എല്ലാവർക്കും എന്തായിരിക്കും ഒരേമാതിരിയാ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഒരേമാതിരി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെന്താവുന്നതാണ്, എല്ലാവരും എന്താണ് ഉന്നത നിലയിൽ എന്താവുന്നതാണ് എത്തിച്ചേരാന് സാധിക്കുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ വൃദ്ധനെ ഒന്ന് വായിക്കും സ്പീഡില്. ബർസ്കി അഖീർ രാത്തുക്കോ സ്പീഡില് വായിച്ചോ സ്പീഡിൽ 1 മിനിറ്റ് കൊണ്ട്. बरस के आखिर रात को एक बूढ़ा अपने अंधेरे घर में अकेला बैठा है। रात भी डरावनी है, अंधेरी है, गड्ढा छा रही है, बिजली तड़प तड़प के खड़कती है, आंधी बड़े जोर से चलती है, दिल कांपता है और दम घबराता है। बूढ़ा निहायत गमगीन है, मगर उसका गम न अंधेरे घर पर है, न अकेलेपन पर, और न अंधेरी रात और बिजली की कड़क और आंधी की गूंज पर, और न बरस की आखिर रात पर। वो अपने पिछले जमाने को याद करता है, और जितना ज्यादा याद आता है उतना ही गम बढ़ता है। हाथों से ढके हुए मुंह पर आंखों से आंसू भी बहे चले जाते हैं. ഓക്കെ. ദം ഗബ്രാന എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിക്കുക കേട്ടോ. എന്താ ദം ഗബ്രാന എന്ന് പറഞ്ഞാല് അസ്വസ്ഥനാവുക, അല്ലെങ്കിൽ എന്താ പേടിക്കുക. ഗബ്രാന എന്ന് പറഞ്ഞാല് വാഷത്വനം, അതായത് പേടിക്കുക. എന്താ പറയാ? പേടിക്കുക, അല്ലെങ്കിൽ എന്താണ് അസ്വസ്ഥന. രണ്ടും ചെയ്താട്ടോ ദം ഗബ്രാനക്ക്. ഓക്കെ, വായിക്കോളൂ. അപ്പൊ പോട്ടെ, ഞാൻ അടുത്ത പാരഗ്രാഫ്. പിച്ചല സമാന അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയണം കേട്ടോ. ഇപ്പൊ ഇത്രയും നേരം അദ്ദേഹം ഒറ്റക്കാണ്, വീട്ടിൽ ഏകാന്തരാണ്, വൃദ്ധനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കാലരസങ്ങളും അദ്ദേഹത്തിന്റെ സുഖങ്ങളും എല്ലാം തീർന്നു. അദ്ദേഹം മരണത്തെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ അവസ്ഥയിൽ അദ്ദേഹം ഒറ്റക്ക് ഇരുള്ള മുരളിയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒറ്റക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? കണ്ണീർ ഇങ്ങനെ വാർക്കാണ്. എന്തോർത്തിട്ട്? അപ്പിനെ പിച്ചലെ സമാനക്കോ യാദ് കർക്കെ, പിച്ചലെ സമാനക്കോ യാദ് കർക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇപ്പൊ വളരെ ക്ലിയർ ആട്ടോ സൗണ്ട്. पिछले जमाने को याद करके उन्होंने वो ആസു ബഹാത്തെ, കണ്ണുനീര് എന്ത് ചെയ്യാണ്? ഇങ്ങനെ പൊഴിക്കുകയാണ്. ഇനി നോക്കൂ അടുത്തത് എന്താണ്? അടുത്ത പാരഗ്രാഫിൽ പറയണത് പിച്ചല സമാന ഉസ്കി ആങ്കോ കെ സാമനെ ഫിർത്താ ഹെ. പിച്ചല സമാന എന്ന് പറഞ്ഞാല് പിന്നെ കഴിഞ്ഞ കാലം. ഉസ്കി ആങ്കോ കെ സാമനെ, ആങ്ക് പറഞ്ഞ കണ്ണ്, ആങ്കോ കെ സാമനെ എന്ന് പറഞ്ഞ കണ്ണിന്റെ മുമ്പില് എന്ത് ചെയ്യുന്നു? ഫിർത്താ ഹെ. ഫിർന എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുന്നു അല്ലെ? ചുറ്റുക എന്താണ്? അതൊരു കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ചുറ്റിയാണ്, ഇങ്ങനെ ചുറ്റുന്നു. അതായത് കഴിഞ്ഞ കാലം അദ്ദേഹത്തിന്റെ കണ്ണു മുമ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്? കണ്ണു മുമ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഓരോന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വരുന്നു. അപ്പിന ലഡക്ക് എന്താണ്? ലഡക്പെൻ എന്ന് പറഞ്ഞാൽ ഈ പൻ ചേർത്താണ് എന്താണ്? ബച്ച പറഞ്ഞാണ് കുട്ടി, ബച്ചപ്പൻ എന്ന് പറഞ്ഞാലോ കുട്ടിക്കാലം അല്ലേ? അതേമാതിരി അപ്പിന ലടുക്കപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ കുട്ടിക്കാലം. ലടുക്കപ്പൻ എന്ന് പറഞ്ഞാല് തന്റെ കുട്ടിക്കാലം. ഉസ്കോ യാദ് ആത്താ ഹെ, അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. ജബ്കെ അതേ സമയം ഉസ്കോ കിസി ചീസ് കാ ഗം और किसी बात की फिक्र दिल में न थी. ജബ്കെ പറഞ്ഞാല് ആ സമയത്ത്, ജബ്കെ എന്തൊക്കെ അർത്ഥമുണ്ട്? അതേ സമയം നടത്തുന്നുണ്ട്. ജബ്കെ എന്ന് പറഞ്ഞാല് അതേ സമയം. പിന്നെ എന്താ അർത്ഥമുണ്ട്? ആ സമയത്ത്, ആ സമയത്ത്. പിച്ചല സമാന ഉസ്കി ആങ്കോ കെ സാമനെ ഫിർത്താ ഹെ, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. അപ്പിന ലടക്കപ്പൻ, തന്റെ കുട്ടിക്കാലം. ഉസ്കോ യാദ് ആത്താ ഹെ, അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. ജബ്കെ അതേ സമയം ഉസ്കോ കിസി ചീസ് കാ ഗം, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ കിസി ചീസ് കാ എന്ന് പറഞ്ഞാല് ഒരു കാര്യത്തെക്കുറിച്ചും, കിസി ചീസ് കാ ഒരു കാര്യത്തെക്കുറിച്ചും, കിസി ചീസ് കാ, ചീസ് പറഞ്ഞാൽ എന്താണ്? കാര്യം, സാധനം. ചീസ് പറഞ്ഞാല് സാധനം എന്നർത്ഥമുണ്ട്. പിന്നെ എന്ത് അർത്ഥമുണ്ട്?
കാര്യം എന്നർത്ഥമുണ്ട്. സാധനം പിന്നെന്തുണ്ട്? കാര്യം. കിസി ചീസ് എന്ന് പറഞ്ഞാലോ ഒരു കാര്യത്തെ കുറിച്ചും ഒരു കാരണക്കുറിച്ച് ഒരു കാര്യത്തെ കുറിച്ചും ഗം ദുഃഖം. പിന്നെ കിസി ബാത്ക്ക് ഒരു കാര്യത്തെ കുറിച്ചും ഫിക്ർ പറഞ്ഞാലോ ചിന്ത. കിസി ബാത് കി ഫിക്ർ ദിൽമേ മനസ്സിൽ നത്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ പറയണത്? പിന്നെ അദ്ദേഹം അപ്നാ ലഡ്കപ്പൻ ഉസ്കോ യാദ് ആത്താ ഹൈ, തന്റെ കുട്ടിക്കാലം അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. ജബ്കെ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഉസ്കോ കിസി ചീസ് കാ ഒരു കാര്യത്തെ കുറിച്ചുള്ള ചിന്തയോ ദുഃഖമോ അല്ലെങ്കിൽ കിസി ബാത് കി ഫിക്ർ ഒരു കാര്യം എന്തെങ്കിലും വേറെ ഒരു കാര്യത്തെ കുറിച്ചുള്ള ചിന്തയോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലഘട്ടത്തിൽ. റൂബയ അഷ്റഫിക്ക് ബദലെ. റൂബയ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ. അഷ്റഫി പറഞ്ഞാലോ സ്വർണ്ണ നാണയം. അഷ്റഫി എന്ന് പറഞ്ഞാല് സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയത്തിന് പകരം ബദലെ എന്ന് പറഞ്ഞാലോ സ്വർണ്ണ നാണയത്തിന് ബദലെ പറഞ്ഞാൽ പകരം. പകരം. ബദലെ എന്ന് പറഞ്ഞാല് പകരം. സ്വർണ്ണ നാണയത്തിന് പകരം. ബദലെ റൂബയെ അഷ്റഫിക്ക് ബദലെ റേവടി മിഠായി എന്ന് പറയുന്നതാണ്. മറന്നോ? റേവടി മിഠായി. ശർക്കര. മിഠായി പറഞ്ഞാലോ മിഠായിനെ. എന്നാ റേവടി മിഠായി എന്ന് പറഞ്ഞാലോ ശർക്കര മിഠായി. അച്ചി ലഗ്തി തീ. ലഗ്ന എന്ന് പറയുന്നത് എന്താണ്? തോന്നുക. ലഗ്ന എന്ന് പറഞ്ഞാല് തോന്നുക. ഒരർത്ഥം തോന്നുക കേട്ടോ. ലഗ്ന എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തോന്നുക. ടു തിങ്ക്. മനസ്സിലായോ? തോന്നുക. ലഗ്ന എന്ന് പറഞ്ഞാല് തോന്നുക. എന്താണ്? അച്ചി ലഗ്തി തീ എന്ന് പറഞ്ഞാലോ നന്നായിട്ട് തോന്നുമായിരുന്നു. എന്താണ്? ആ കാലഘട്ടത്തില് പൈസ ഒന്നല്ല അദ്ദേഹത്തിന് ആവശ്യം, അഷ്റഫി അല്ല അദ്ദേഹത്തിന് ആവശ്യം. റൂബയെ അഷ്റഫിക്ക് ബദലെ, റൂബക്കും അതുപോലെ തന്നെ അഷ്റഫിക്കും പകരം റേവടി മിഠായി, ശർക്കര മിഠായി അച്ചി ലഗ്തി തീ നല്ലതായിട്ട് തോന്നുമായിരുന്നു. സാരാഗർ വീട് മുഴുവനും മാ ബാപ് ഭായി ബഹൻ ഉസ്കോ പ്യാർ കർത്തേ തേ. അദ്ദേഹത്തിന് എന്ത് ചെയ്യുമായിരുന്നു? വീട് മുഴുവനും അദ്ദേഹത്തിന് മാതാവ്, പിതാവ്, സഹോദരൻ, സഹോദരി ഉസ്കോ പ്യാർ കർത്തേ തേ. അദ്ദേഹത്തെ എന്ത് ചെയ്യുമായിരുന്നു? പ്യാർ കർത്തേ തേ, സ്നേഹിക്കുമായിരുന്നു ആ കാലഘട്ടം. പഠനെ കെ ലിയെ ചുട്ടി കാ വക്ത് ജൽദ് ആനെ കി. പഠനെ കെ ലിയെ പഠിക്കാൻ വേണ്ടി, ചുട്ടി കാ വക്ത് ഒഴിവ് സമയത്ത്. ചുട്ടി പറഞ്ഞാണ് ചുട്ടി ഒഴിവ് സമയം എന്ന് പറയട്ടോ. ചുട്ടി പറഞ്ഞാല് ഒഴിവ് സമയം നടത്തണ്ട് കേട്ടോ. അവധി നടത്തണ്ട് ചുട്ടി. ചുട്ടിക്ക വക്ത് പറഞ്ഞാൽ ഒഴിവ് സമയം. ഒഴിവ്. ചുട്ടി പറഞ്ഞാല് ഒഴിവ്. ചുട്ടിക്ക വക്ത് എന്ന് പറഞ്ഞാലോ ഒഴിവ് സമയത്ത്. ജൽദ് ആനേക്ക് ഖുഷീമേ, പെട്ടെന്ന് വരാനുള്ള സന്തോഷത്തില്, വരാനുള്ള സന്തോഷത്തിൽ. കിതാബേൻ ബുക്കുകൾ. ബഗൽ പറഞ്ഞാണ് പഠിച്ചിട്ടില്ല നമ്മള്? ബഗല് മറന്നോ? ബഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കക്ഷം. എന്താ പറയാ? കക്ഷം. ബഗൽ പറഞ്ഞാല് കക്ഷം. അപ്പൊ എന്താണ്? കിതാബേൻ എന്താണ്? പഠനെ കേലിയെ പഠിക്കുന്നതിന് വേണ്ടി. ചുട്ടിക്ക വക്ത് പറഞ്ഞാൽ ഒഴിവ് സമയത്ത്. ജൽദ് ആനേക്ക് ഖുഷീമേ, പെട്ടെന്ന് സന്തോഷത്തിൽ. കിതാബേൻ ബുക്കുകളെല്ലാം. ബഗൽമേ കക്ഷത്തില്. എടുത്തിട്ട്. ലേന പറഞ്ഞാല് എടുത്തിട്ട്. മക്തബ് ചലാ ജാതാ. എന്താ പറയാ? മക്തബ് പറഞ്ഞാണ് പാഠശാല, സ്കൂൾ. മക്തബ് എന്ന് പറഞ്ഞാല് പാഠശാല. ചലാ ജാതാ പോകുമായിരുന്നു. ആ കാലഘട്ടം തന്റെ വീട്ടുകാരെല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുമായിരുന്നു. അതുപോലെ തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒഴിവ് സമയത്ത് പെട്ടെന്ന് വരാനുള്ള സന്തോഷത്തില് കിതാബുകളെല്ലാം ബഗൽമേ കക്ഷത്തിൽ വെച്ചിട്ട് മക്തബ് ചലാ ജാതാ, മക്തബിലേക്ക് നീ പോകുമായിരുന്നു ആ കാലഘട്ടം. മക്തബ് കാ ഖയാൽ ആതേ ഹി. മക്തബ് പറഞ്ഞാണ് പാഠശാലയെ കുറിച്ച് ഓർത്തും. ഖയാലാന പറഞ്ഞാണ് ചിന്ത വരുന്നപ്പോ. ഖയാൽ ആതേ ഹി. ഖയാൽ ആന എന്ന് പറഞ്ഞാൽ ചിന്ത വരിക. അതായത് ചിന്ത വരിക. ഓക്കെ, ചിന്ത വരിക. ഖയാൽ ആതേ ഹി വന്ന ഉടനെ. ഹാത്തേ ഹി ഇതൊരു പ്രയോഗമാണ്. ജാത്തേ ഹി എന്ന് പറഞ്ഞാലോ
വന്ന ഉടനെ ജാത്തെ ഹി ബൈഠ് ഗയ, പോയ ഉടനെ ഇരുന്നു, അല്ലെങ്കിൽ പോയ ഉടനെ അതെന്നു ആ ഗയ, മറ്റൊന്ന് എന്ത് ചെയ്തു വന്നു. ജാത്തെ ഹി. ഖയാൽ ആത്തെ ഹി എന്ന് പറഞ്ഞാലോ ചിന്ത വന്ന ഉടനെ, വന്നപ്പോ തന്നെ. ഉസേ അദ്ദേഹത്തിന് അപ്പിനെ മക്തബ് യാദ് ആത്തെ തെ, അദ്ദേഹത്തിന് എന്ത് ചെയ്തു തന്റെ ആ പാഠശാല, അതായത് ആ സ്കൂള് അദ്ദേഹത്തിന് ഓർമ്മ വരുമായിരുന്നു, അദ്ദേഹത്തിന് ഓർമ്മ വരുമായിരുന്നു. വോ ഓർ സിയാദ, അപ്പോ അങ്ങനെ എന്ത് ചെയ്തു തന്റെ പാഠശാലയെ കുറിച്ച് ഓർക്കുമ്പോ അദ്ദേഹം എന്ത് ചെയ്തു, വോ ഓർ സിയാദ, അദ്ദേഹം ഒന്നുകൂടി വീണ്ടും എന്ത് ചെയ്യുമായിരുന്നു, ഗംഗീൻ ഹോത്താത്താം, ഗംഗീൻ ഹോന എന്ന് പറഞ്ഞാൽ ദുഃഖിതയാവുമായിരുന്നു. എന്തുമായിരുന്നു, ദുഃഖമുള്ളവനാകുമായിരുന്നു, ദുഃഖാർത്ഥനാകുമായിരുന്നു, ദുഃഖിക്കുന്നവനായിരുന്നു. ബേഖ്തിയാർ, ബേഖ്തിയാർ എന്ന് പറയുന്നത്, ബേഖ്തിയാർ ഇതിനെ പറ്റി നന്നായിട്ട് ചർച്ച ചെയ്തു ഈ വാക്കിനെ പറ്റി. ബേഖ്തിയാർ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം വിട്ട്, സ്വമേധയ അല്ലെ, സ്വമേധയ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടിട്ട്, നിയന്ത്രണം വിട്ട്. ബേഖ്തിയാർ, ചില്ല ഉടുത്താത്ത, ചില്ല ഉടന എന്ന് പറയുന്നത്, ചില്ലാന എന്ന് പറഞ്ഞാല് എന്താണ്, നിലവിളിക്കുക. ചില്ലാന എന്ന് പറഞ്ഞാല് നിലവിളിക്കുക അല്ലേ, ചില്ലാന എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക. ചില്ല അപ്പച്ചി പറയാം, എന്തിനാ ഉടന എന്ന് പറഞ്ഞത്, ഉടന എന്ന് പറഞ്ഞത് ഇതിന്റെ അമ്പരെടുത്തു, ചില്ലന്റെ അമ്പരെടുത്തു, ചില്ല ഉടന എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു, ചില്ല ഉടന പെട്ടെന്ന്. ഉടനൊക്കെ എന്തർത്ഥമുണ്ട്, ചില്ല ഉടന എന്ന് പറഞ്ഞാല് പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒച്ച വെക്കുമാ, എന്താണ് ഒച്ച വെക്കുമായിരുന്നു, പെട്ടെന്ന്. ബേഖ്തിയാർ ചില്ല ഉടുത്താത്ത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒച്ച വെക്കുമായിരുന്നു. ആ നിയന്ത്രണം വിട്ടിട്ട്. ഹായേ വക്ത്, കഷ്ടം എന്റെ കാലം, കഷ്ടം, ഹായേ കഷ്ടം, ഹായേ ഗുസരേ ഹോയേ സമാന, ഹായേ കഷ്ടം പോയ കാലം. അഫ്സൂസ്, അഫ്സൂസ് പറഞ്ഞാണ് ഖേദകരം, അഫ്സൂസ് പറഞ്ഞാൽ അഫ്സൂസ് കെ ബാക്കി ലോഗ് നെയ് ആയേ, ബാക്കി ലോഗ് നെയ് ആയി എന്ന് പറഞ്ഞ എന്താണ്, ദുഃഖകരം എന്നാണ്. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ ദുഃഖത്തിന്, സാഡ്ലി. എന്താ പറയാ, അഫ്സൂസിന്റെ അടുത്ത് നിന്നാണ് സാഡ്ലി, ദുഃഖകരം എന്ന് പറയട്ടെ, അഫ്സൂസ് ദുഃഖകരം എന്ന് പറയട്ടെ. മേനെ തുജെ, ഞാൻ നിന്നെ, ബഹുത്ത് ദേർമേ ഒരുപാട് സമയം കഴിഞ്ഞിട്ട്, ദേർ പറഞ്ഞാണ് സമയം, ബഹുത്ത് ദേർമേ എന്ന് പറഞ്ഞാലോ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, മേന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട്, യാദ് കിയ ഒരുപാട് സമയം കഴിഞ്ഞതിന് തുറന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കാലമേ പോയ കാലമേ, ഞാൻ ഗുസരേ ഹുവ സമാനെ. ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, മങ്കട കോളേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാവരും പഠിക്കുന്നു, എല്ലാവർക്കും ഫുള്ള് സൗകര്യങ്ങള്, എല്ലാ സൗകര്യങ്ങളും മാതാപിതാക്കൾ ഒരുക്കി തരുന്നു, ഉസ്താദ്മാരെന്ത് ചെയ്യുന്നു, എല്ലാവരും തയ്യാറായിട്ടിരിക്കുന്നു, ഗവൺമെന്റ് അതിന് പൈസ മുടക്കുന്നു, എല്ലാതും ഇവിടെ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. എന്നിട്ട് ഇതൊന്നും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, മേരകത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലം മേ ബി ഹോ സക്താ ഹൈ വരാം, എന്ത് അഫ്സൂസ് കെ മേനെ ബഹുത് ദേർ മേ യാദ് കിയ, ഞാൻ ആ കാലഘട്ടം വളരെയധികം മനോഹരമായിട്ട് ഫലപ്രദമായിട്ട് ഭാവിക്ക് വേണ്ടി ഉതക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്തുമായിരുന്നു, എന്താണ് ഓർത്ത് ഖേദിക്കുമായിരുന്നു. അതേമാതിരി ഏതുമാതിരി ഈ വൃത്തനെ പോലെ, ഹായേ വക്ത് കഷ്ടം കാലം, ഹായേ വക്ത് കഷ്ടം കാലം, ഹായേ ഗുസരേ ഹോയേ സമാന പോയ കാലം കഷ്ടം, അഫ്സൂസ് കഷ്ടം ദുഃഖകരം, അഫ്സൂസ് കെ എന്തെന്നാൽ മേനെ തുജെ ബഹുത് ദേർ മേ യാദ് കിയ, ഞാൻ നിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നിന്നെ ഞാൻ എന്ത് ചെയ്തത്, ഓർത്തത്. ഓക്കെ, അടുത്ത പാരഗ്രാഫ്. ഇത്ര മതിയോ? ഓക്കെ, ഇത്ര മതി കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചു സാറായിട്ട്. പിച്ചല जमाना उसके आंखों के सामने फिरता है, अपना लड़कपन उसको याद आता है, जबकि उसको किसी चीज का गम और किसी बात की फिक्र दिल में न थी. किसी चीज का ഏതൊരു കാര്യത്തെക്കുറിച്ചും रुपए अशरफी के बदले रेवड़ी मिठाई अच्छी लगती थी. सारा घर, माँ बाप भाई बहन उसको प्यार करते थे. पढ़ने के लिए छुट्टी का वक्त जल्द आने की खुशी में किताबें बगल में
ले मकतब चला जाता ആ था ലേ എന്ന് പറഞ്ഞാൽ मकतब का ലേ എന്ന് പറഞ്ഞാൽ എന്താണ് എടുത്തിട്ട് ലേ എടുത്തിട്ട് ആ എന്ന് പറഞ്ഞാൽ വന്നിട്ട് ലേ ലേ എടുത്ത് ലേ എന്ന് പറഞ്ഞാൽ എടുത്ത് എടുത്ത് मकतब चला जाता था मकतब का ख्याल आते ही उसे अपने हम मकतब याद आते थे ആ നമ്മള് വലിയൊരു തെറ്റ് ചെയ്തോടെ എന്താ ചെയ്തത് ഹം മക്തബ് എന്ന് പറഞ്ഞ എന്താണ് അതോ ഹം മക്തബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താണ് മക്തബ് പറഞ്ഞ എന്താണ് സഹപാഠികള് എന്താ പറയാ സഹപാഠികള് ഹം മക്തബ് പറഞ്ഞാല് ആത്തെ ഹം മക്തബ് ഹം മക്തബ് പറഞ്ഞാല് സഹപാഠി ഒരേ ഇതിൽ പഠിച്ച ആളുകൾക്ക് എന്താ പറയാ സഹപാഠി സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോ സഹപാഠികളെ കുറിച്ചുള്ള ഓർമ്മ വരുന്നാണോ വരുമായിരുന്നു വരുമായിരുന്നു वो और ज्यादा गमगीन होता था और बेइख्तियार चिल्ला उठता था हाय वक्त हाय गुजरा हुए जमाने പോയ കാലങ്ങളെ അഫ്സൂസ് के मैंने तुझे बहुत देर में याद किया ഞാൻ നിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് നിന്നെ ഞാൻ ഓർത്തത് അഫ്സൂസ് 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 അവൾ വളരെയധികം ദുഃഖം എങ്ങനെ പറയാ അഫ്സൂസ് എങ്ങനെ പറയാ അഫ്സൂസ് സ്വദ് അഫ്സൂസ് അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക ഈ പാഠം ഈ എടുത്ത ഭാഗം 2 പാരഗ്രാഫ് മനോഹരമായി വായിച്ച് അതിന്റെ അർത്ഥങ്ങൾ എഴുതി അതിന്റെ ഒരു കൺക്ലൂഷന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നിങ്ങൾ എല്ലാവരും കടന്നുറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഖുദാ ഹാഫിസ് അസ്സലാമു അലൈക്കും ദസ്നി പോകരുത് കേട്ടോ